കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പരിജ്ഞാനമില്ലായ്യാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണുന്നു. ആകയാൽ നാം സേവിക്കുന്ന ദൈവത്തെ, ആരാധിക്കുന്ന ദൈവത്തെ നാം അറിയേണ്ടത് ആവശ്യമാണ്. ഇതിനെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവജനം അവരുടെ ആത്മീയ ജീവിതത്തെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കുന്നതിൽ പരാജിതരാകുന്നതിൻ്റെ കാരണം ദൈവിക പരിജ്ഞാനത്തിൻ്റെ അഭാവമാണെന്ന് നാം മനസ്സിലാക്കണം. അവർ ദൈവത്തിൻ്റെ കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നവരും വളരെ പരിചിതരുമാണ്. എന്നാലും അവർക്ക് ആത്മീയ ജീവിതത്തിൻ്റെ പുതുമയും കർത്താവിനോട് അവരുടെ ഹൃദയത്തിലുള്ള ഊഷ്മളതയും നഷ്ടപ്പെട്ടതായി കാണുന്നു. അവരുടെ ഹൃദയങ്ങൾ ദൈവത്തോട് തണുത്ത അവസ്ഥയിലാണ്. അതുമാത്രമല്ല, അവരിൽ ദൈവത്തോടുള്ള എരിവിൻ്റെയും സ്നേഹത്തിൻ്റെയും ആരാധനയുടെയും അഭാവം കാണുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ആരാധന അവരിലില്ല. നമ്മുടെ അധരങ്ങൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കാനും നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ആരാധിക്കാതിരിക്കുവാനും കഴിയും എന്ന് ഒരു ദൈവദാസൻ പറയുകയുണ്ടായി. അതെത്ര ശരിയാണ്. നമ്മുടെ ജീവിതം ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അധരങ്ങളും ദൈവത്തെ ആരാധിക്കുന്നില്ല എന്ന് അദ്ദേഹം തുടർന്ന് പറയുന്നു. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ആരാധനയുടെ അഭാവത്തെ അല്ല, മറിച്ച് യഥാർത്ഥ ആരാധനയുടെ കുറവിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ അധരങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ ഹൃദയങ്ങളിലും ജീവിതത്തിലും തണുത്ത മന്ദമായ ആത്മീയ അലസതയിൽ നാം കാണപ്പെടാം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നാം ജാഗ്രത പാലിക്കണമെന്നതാണ് ഞാൻ പറയുന്നതിൻ്റെ സാരം. അതേ, ദൈവത്തെയും അവൻ്റെ ഉദ്ദേശത്തെയും സംബന്ധിച്ചിടത്തോളം നാം ഉണർന്നിരിക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ ദൈവജനത്തെ ആകമാനം നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ഗൗരവബോധം ഇല്ലെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവർ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ജാഗ്രതയുള്ളവരാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഉണർന്നിരിക്കുന്നു. എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ അതിൻ്റെ അഭാവം സുവ്യക്തമാണ്. ഭൗമിക കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അറിവും ഗൗരവബോധവും ജാഗ്രതയും ഉണ്ട്. അതിനായി നാം പരിശ്രമിക്കാറുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് നാം ജിജ്ഞാസയും ജാഗ്രതയും ഉള്ളവരാണ്. ഈ ലോകത്തിൽ നടക്കുന്ന നിരവധി സംഭവങ്ങൾ നമുക്കറിയാം. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ ആത്മീയമായി എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയില്ല എന്നതാണ്. സഭാലോകത്തെ നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്കിടയിലും സഭാ മേഖലയിലും ഇന്ന് അനേക കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇന്ന് ക്രിസ്തീയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലഭ്യമാണ്. അവർ ക്രിസ്തീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാർത്തകൾ എഴുതുന്നത് കൊണ്ടാണ് ദൈവജനത്തിനിടയിലെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരുടെ ദൗത്യങ്ങളെയും ദർശനങ്ങളെയും സംബന്ധിച്ചും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ചും നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയും. ലോകമെമ്പാടും ദൈവജനത്തിനിടയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരാളം അറിവുണ്ടെങ്കിലും ദൈവത്തിന് നിത്യമായ ഉദ്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ അതിനെ കാണുന്നതിനും വിവേചിക്കുന്നതിനും അവർക്ക് കഴിയുന്നില്ല. ഈ സമയത്ത് ദൈവജനത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം യഥാർത്ഥ ആത്മീയ വിവേചനം ഉണ്ടായിരിക്കുക എന്നതാണ്. ഇതിനെ കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. രാഷ്ട്രീയ മണ്ഡലത്തിലും ഇന്ന് അനേകം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരു ജനാധിപത്യ മനസ്ഥിതിയോടെ നാം ഒരിക്കലും കാര്യങ്ങളെ വീക്ഷിക്കരുത്. കാര്യങ്ങളെ വ്യത്യസ്തമായ ഒരു വെളിച്ചത്തിൽ കാണണം. നമുക്ക് ഒരു ആത്മീയ വിവേചനമാണ് ആവശ്യം. ആത്മീയ ധാരണയോടെ നാം അതിനെ കാണേണ്ടതുണ്ട്. നാം തൻ്റെ രാജ്യത്തിൻ്റെ ഒരു ജനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ ജനമായ സഭയുടെ ഈ സമയത്തെ ആവശ്യം ആത്മീയ വിവേചനമാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ മാത്രമേ ദൈവിക ഉദ്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെ കാണുവാൻ കഴിയൂ. എൻ്റെ സ്വന്തം ജീവിതത്തിലും ഒരു യുവ വിശ്വാസി എന്ന നിലയിൽ കർത്താവിനെക്കുറിച്ച് അധികമൊന്നും അറിയാത്ത സമയങ്ങളെ ഞാൻ ഓർക്കുന്നു. അന്ന് എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന, കർത്താവെ, ആത്മീയ വിവേചനം നൽകി എന്നെ സഹായിക്കണമേ എന്നതായിരുന്നു. എനിക്ക് പല കാര്യങ്ങളും അറിയില്ലായിരുന്നു. പക്ഷേ ഈ പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഇന്നും എനിക്ക് പൂർണ്ണ വിവേചനമുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇത് എൻ്റെ ഹൃദയത്തിലെ ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ ആത്മീയ വിവേചനം എന്താണെന്ന് ഞാൻ അറിയുന്നു. ഈ വിളിയെക്കുറിച്ചുള്ള ഗ്രാഹ്യത്തിൽ
വളരുവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആത്മീയ വിവേചനത്തിൻ്റെ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർ നമ്മെ നിന്ദിക്കുകയും നിരസിക്കുകയും ചെയ്യുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആത്മീയ വിവേചനത്തിൽ വളരുന്ന ഒരു സഹോദരനോ സഹോദരിയോ ആണെങ്കിൽ അത് ഒരിക്കലും നമ്മെ ജനപ്രിയനാക്കില്ല. മറ്റുള്ളവരാൽ നാം നിരസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യും. ആത്മീയ വിവേചനമുള്ള ഒരു വ്യക്തിക്ക് ദൈവജനത്തിനിടയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും കഴിയുകയില്ല. ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ ആരും ഉണർത്തപ്പെടാനോ തിരുത്തപ്പെടാനോ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭൂരിപക്ഷം ദൈവജനവും ഉണർത്തപ്പെട്ടതോ തിരുത്തപ്പെട്ടതോ ആയ ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ല. ഉറങ്ങുന്ന ഒരാളെ നമുക്ക് ഉണർത്തുവാൻ കഴിയും. പക്ഷേ ഉറങ്ങുന്നതായി നടിക്കുന്ന ഒരാളെ ഉണർത്തുന്നത് പ്രയാസമുള്ള കാര്യമാണ്. ഇന്ന് നാം ആ നിലയിലാണ് ഭൂരിപക്ഷ ദൈവജനവും കാണപ്പെടുന്നത്. ഉണർത്തുന്നതും തിരുത്തുന്നതും അവർക്ക് ഇഷ്ടമല്ല. എന്നാൽ ശരിക്കും ഉറങ്ങുന്ന ഒരു മനുഷ്യനെ നമുക്ക് ഉണർത്തുവാൻ കഴിയും. ആകയാൽ നമുക്ക് ഉറക്കം നടിക്കുന്നവരാകാതെ ദൈവശബ്ദം കേട്ട് അതിനെ നമ്മെ ഉണർത്തുന്നതിനും തിരുത്തുന്നതിനും ഇടം കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആമേൻ.